ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ബാലൻസ് ഷീറ്റ് 2020-21 തന്നത്. ലാബിലിറ്റീസ് ഷെയർ ക്യാപിറ്റൽ 4,50,000, 4,50,000. ജനറൽ റിസർവ് 3,00,000, 3,10,000. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 56,000, 68,000. ക്രെഡിറ്റേഴ്സ് 1,68,000, 1,34,000. പ്രൊവിഷൻ ഫോർ ടാക്സ് 75,000, 10,000. ലോണ് രണ്ടാമത്തെ വർഷം 2,70,000. Then asset, fixed asset 4,00,000, 3,20,000. Investment 50,000, 60,000. Stock 2,40,000, 2,10,000. Debtors 2,10,000, 4,55,000. Bank 1,49,000, 1,97,000. ഒന്നാമത്തെ കോളം ടോട്ടൽ 10,49,000, രണ്ടാമത്തെ കോളം 12,42,000 എന്നുള്ളതാണ്. ദെൻ അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിംഗ് ₹8,000 വാസ് സോൾഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫോർ ₹8,500. ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിംഗ് ₹10,000 വാസ് സോൾഡ് ഫോർ ₹12,000. ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ₹40,000. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫോർ ₹90,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2020 2021 അതേപോലെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻക്രീസ്, ഡിക്രീസ്, പെർട്ടിക്കുലേഴ്സ്, ഇത്രയും കോളംസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കറണ്ട് അസറ്റുകൾ എടുത്ത് എഴുതണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലാബിലിറ്റി കുറച്ചാലാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഇപ്പോൾ കറണ്ട് അസറ്റ് നമ്മുടെ ക്വസ്റ്റനിൽ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് ഇത്രയുമാണ് തന്നത്. സ്റ്റോക്ക് എത്രയാണ്? 2,40,000 ആണ് ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം 2,10,000 ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു 30,000. അപ്പോൾ ഡിക്രീസിൻ്റെ കോളത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസിൻ്റെ കോളത്തിൽ കാണിക്കും. അതായത് കറണ്ട് അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഡിക്രീസ് ആണ്, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് എന്നതിൻ്റെ കോളത്തിൽ കൊടുക്കും. ഇനി ഡെപ്റ്റേഴ്സ് 2,10,000, 4,55,000 ആവുന്നു എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. 2,45,000 അപ്പോൾ ഇൻക്രീസ് ആണ് വരിക. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടും. ഇനി ബാങ്ക് എത്രയാണ്? 1,49,000 ആണ്. രണ്ടാമത്തെ വർഷം 1,97,000 ആണ്. ഇവിടെയും ഇൻക്രീസ് ആണ് 48,000. അപ്പോൾ ഇൻക്രീസിൻ്റെ കോളത്തിൽ നമ്മൾ കാണിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് എന്ന കോളത്തിൽ കാണിക്കും. ഇനി ഇതിൻ്റെ ടോട്ടൽ കാണുന്നു. ടോട്ടൽ കറണ്ട് അസറ്റ് 5,99,000, 8,62,000 എന്ന് കിട്ടും. ഓക്കെ, ദെൻ കറണ്ട് ലാബിലിറ്റി ആണ് അടുത്ത നമ്മൾ എടുത്തിരുന്നത്. ഇതിൽ ക്രെഡിറ്റേഴ്സ് ആണ് ഒരു ഐറ്റം വരുന്നത്. ഒന്നാമത്തെ വർഷത്തിലാണ് 1,68,000, 1,34,000 വരുന്നത്. അപ്പോൾ ഇവിടെ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻക്രീസിൻ്റെ കോളത്തിൽ 34,000 ഇൻക്രീസിൻ്റെ കോളത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അത് കറണ്ട് ലാബിലിറ്റി ആയിട്ടും നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ടും കാണിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എടുക്കുന്നത് നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷെഡ്യൂളിൽ കാണിക്കുന്നില്ല, നോൺ കറണ്ട് ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ് അതേപോലെ ടോട്ടൽ കറണ്ട് ലാബിലിറ്റി, ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇവിടെ 5,99,000 നിന്നും 1,68,000 കുറക്കുന്നു. അപ്പോൾ 4,31,000 എന്ന് കിട്ടും. ഇവിടെ 8,62,000 നിന്നും 1,34,000 കുറക്കുന്നു. അപ്പോൾ നമുക്ക് 7,28,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആണ് വരുന്നത്. എത്രയാണ് ഇൻക്രീസ് വരുന്നത്? 2,97,000 ആണ്. ഈ 2,97,000 ഇവിടെ കാണിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു 7,28,000. ഇവിടെയും 7,28,000 ബാലൻസ് ഇവിടെയും കാണിക്കുന്നു. ഇനി ഇവിടെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോളത്തിൽ കുറവ് വരുന്ന എവിടെയാണ്? ഡിക്രീസിൻ്റെ കോളത്തിലാണ് 2,97,000. അതിങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും 3,27,000 എന്ന് പറയുന്ന രൂപത്തിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് കറണ്ട് അസറ്റ് കൂടുന്നതാണെങ്കിൽ കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്.
കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. കറണ്ട് ലയബിലിറ്റി നേരെ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റിൻ്റെ അടുത്ത് എത്തുന്നു. അതായത് രണ്ടാമത്തെ വർഷം നെറ്റ് പ്രോഫിറ്റ് 68 ആയിരുന്നു, ഒന്നാമത്തെ വർഷം 56 ആണ്. അതിൻ്റെ ഡിഫറൻസ് 12,000 നമ്മൾ ആദ്യം എടുത്തിരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വർഷം 3 lakh ആണ്, രണ്ടാമത്തെ വർഷം എത്രയാണ് 10,000, 3,10,000 ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ 10,000 കൂടിയിട്ടുണ്ട്, പുതുതായിട്ട് ട്രാൻസ്ഫറിലേക്ക് 10,000 മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ആഡ് ചെയ്യണം. അതേപോലെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റനിൽ 90,000 തന്നിട്ടുണ്ട്. ആ 90,000 നമ്മൾ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ആ 90,000 ഇവിടെ നമ്മൾ കാണിക്കുന്നു. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നൊരു ഐറ്റമാണ് ഡിവിഡൻഡ് പെയ്ഡ് 40,000, അതിനെയും കാണിക്കുന്നു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റ് ഒന്നാമത്തെ വർഷം 4 lakh ആണ്, രണ്ടാമത്തെ വർഷം 3,20,000 ആണ്. ഒന്നാമത്തെ വർഷം 4 lakh ആയിരുന്നു ഫിക്സ്ഡ് അസറ്റ്. ഈ 4 lakhൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഫിക്സ്ഡ് അസറ്റ് 4 lakhൽ നിന്നും 10,000 വാല്യൂ ഉള്ള ഒരു ഐറ്റം വിൽക്കുന്നുണ്ട്. അടിയിൽ പറഞ്ഞിട്ടുണ്ട് ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിംഗ് റുപ്പീസ് 10,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3,90,000 എന്ന് പുതിയ വാല്യൂ വരും. ഇനി രണ്ടാമത്തെ വർഷം 3,20,000 ആണ്, 3,20,000 ആണ് രണ്ടാമത്തെ വർഷം എന്ത് വരുന്നത്? ഫിക്സ്ഡ് അസറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 70,000 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 70,000 ഡിഫറൻസ് എന്തായിരിക്കും? ഈ കുറവ് വരുന്നതിൽ 70,000 ഈ 10,000 വാല്യൂ നമ്മൾ സെയിൽ ചെയ്തെന്ന് ഓൾറെഡി ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അപ്പോൾ 70,000 എന്തായിരിക്കും? അത് ഡിപ്രിസിയേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ ഡിപ്രിസിയേഷനായിട്ട് എടുക്കണം. എന്നിട്ട് അതിനെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് 70,000 കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, 2,10,000 എന്ന് കിട്ടും. 12,000ഉം 2,10,000ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,22,000 എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിംഗ് റുപ്പീസ് 8,000 വാസ് സോൾഡ് ഫോർ റുപ്പീസ് 8,500 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 500 നമുക്ക് പ്രോഫിറ്റാണ്. അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് 10,000ൻ്റെ 12,000 വിൽക്കുന്നു, അവിടെയും നമുക്ക് 2,000 പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ ലെസ് ചെയ്യുന്നത്. ഇത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. അപ്പോൾ ഇതിനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2,500 2,22,000 കുറച്ച് കഴിഞ്ഞാൽ 2,19,500 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സോഴ്സസിൽ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 8,500 ക്വസ്റ്റ്യനിൽ തന്നതാണ്. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് 12,000 ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോണ് രണ്ടാമത്തെ വർഷം തന്നിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം ലോൺ തരിക എന്ന് പറഞ്ഞാൽ പുതിയ ലോൺ എടുത്തു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? ബോറോയിങ് ആണ്. ബോറോയിങ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സിൽ ബോറോയിങ് ഓഫ് ലോൺ എന്ന് പറഞ്ഞ് 2,70,000 കൊടുക്കും. ഇനി നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 2,19,500. ഓക്കെ, ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ഡിവിഡൻഡ് പെയ്ഡ് 2 സ്ഥലത്ത് കാണിക്കും. നേരത്തെ നമ്മൾ ഓൾറെഡി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെയും കാണിക്കും. ഇനി അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ടാക്സ് പെയ്ഡ് 90,000 ആണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള എന്ത് ചെയ്യും? ടാക്സ് കൂടെ ആഡ് ചെയ്യണം. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ വർഷം ടാക്സ് തന്നത് 75 ആണ്, രണ്ടാമത്തെ വർഷം ടാക്സ് തന്നത് എത്രയാണ്? 10,000 ആണ്. ഓക്കെ, അതായത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ് തന്നത് രണ്ടാമത്തെ വർഷം എത്രയാണ്? 10,000 ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 65 ആണ്. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പ്രൊവിഷനായിട്ട് മാറ്റിയത് എത്രയാണ്? 65 ആണ്. 75ൽ നിന്നും 10ലേക്ക് വരുന്ന ഈ ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1,55,000 എന്ന് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് എത്രയാണ്? ഒന്നാമത്തെ വർഷം 50,000 ആണ്. ഒന്നാമത്തെ വർഷം 50,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ 8,000ൻ്റെ വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 42,000 എന്ന് ബാലൻസ് കിട്ടും. ഇപ്പോൾ ഇവിടെ 42,000 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ വരുന്നത് എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് 60,000 ആണ്. അപ്പോൾ ഇവിടെ എത്രയുടെ ഡിഫറൻസ് ഉണ്ട്? 60,000 42,000 കുറച്ച് കഴിഞ്ഞാൽ ഒരു 18,000 ഡിഫറൻസ് വരുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ ഈ 18,000 ഡിഫറൻസ് എന്തായിരിക്കും? കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുന്നത് എന്താണ്? പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ 18,000 കാണിക്കും. ഇനി ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ നേരത്തെ നമ്മൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടിയ ഷെഡ്യൂളിൽ കിട്ടിയ റിസൾട്ട് 2,97,000 ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 5,10,000 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്